വെൽക്കം ബാക്ക് ടു OBS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കോഴ്സുകളെല്ലാം ഓൺലൈൻ ആകാൻ തീരുമാനിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നമ്മൾ മുമ്പേ പറഞ്ഞ സംഭവമാണ് ഓഫ്ലൈൻ ആയിട്ടുള്ള കോഴ്സ് പോലെ ഓൺലൈനായിട്ട് കോഴ്സ് കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ ഓൺലൈനായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇപ്പോൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഏറ്റവും വലിയ പ്രത്യേകത എന്താ ചോദിച്ചാൽ, നമുക്കറിയാം ഒരുപാട് വിദ്യാർത്ഥികൾ നമുക്കറിയാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ റെഗുലറായിട്ട് പഠിക്കുകയായിരുന്നു. എന്നാൽ പിന്നീട് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി SNGO വന്നതിന് ശേഷം എന്ത് ചെയ്തു, ഡിസ്റ്റൻസ് കോഴ്സുകൾ മാക്സിമം എന്ത് ചെയ്തു, എല്ലാം SNGOയുടെ കീഴിലായി. അതുകൊണ്ട് തന്നെ റെഗുലറായി പഠിക്കുന്നതിന് പകരം ഡിസ്റ്റൻസ് ആയി പഠിക്കാൻ ഒരുപാട് കുട്ടികൾ പ്രൈവറ്റ് ആയതിനു ശേഷം ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒരുപാട് കോഴ്സുകൾ ഇപ്പോൾ ഡിസ്റ്റൻസ് ആയിക്കൊണ്ട് മാത്രമല്ല ഓൺലൈൻ ആയിക്കൊണ്ടാണ് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എക്സാം ഓൺലൈനായിട്ടും എഴുതാം, ഓഫ്ലൈനായിട്ടും എഴുതാം. അതിൽ ഒരുപാട് ഡിഗ്രി കോഴ്സുകളും ഒരുപാട് PG കോഴ്സുകളെല്ലാം ഉണ്ട്. നമുക്കെല്ലാം വിശദമായി കൊണ്ട് പറയാം. അതിൻ്റെ ഏതൊക്കെ കോഴ്സുകളുണ്ട്, ഏതൊക്കെയാണ് അതിൻ്റെ കോഴ്സുകളെല്ലാം നമുക്ക് പറയാം. അപ്പോൾ ഒരു സന്തോഷ വാർത്തയാണ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും ഓൺലൈൻ കോഴ്സ് ആരംഭിച്ചിരിക്കുന്നു. ഒരുപാട് നമുക്കറിയാം ഡിമാൻഡ് ചെയ്തതാണ്. നമ്മുടെ ചാനൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപാട് സ്റ്റുഡൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് കോവിഡ് സമയത്ത് നമ്മൾ എക്സാമിന് പ്രിപ്പയർ ആകുന്ന സമയത്തും ഒരുപാട് പ്രശ്നങ്ങൾ വന്നിരുന്നു. ഓഫ്ലൈനായിട്ട് എക്സാം നടത്താൻ പറ്റുന്നില്ല, റിസൾട്ട് പെൻഡിങ് ആകുന്നു, വർഷങ്ങൾ നീണ്ടുപോകുന്നു. അന്ന് ഓൺലൈൻ എക്സാം നടത്താൻ പറ്റുമോ എന്ന് ഒരുപാട് പേര് ഡിമാൻഡ് ചെയ്തിരുന്നു. ഇപ്പോൾ നമുക്കറിയാം ഏത് ഹൈ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി എടുത്തു നോക്കൂ, അത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ആവട്ടെ, മറ്റുള്ള ഏത് യൂണിവേഴ്സിറ്റി ആണെങ്കിലും അവിടെയും ഓൺലൈൻ ആയിട്ടുള്ള കോഴ്സ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് ഒരു വാലിഡിറ്റിക്കോ വാല്യൂവിനോ യാതൊരു പ്രശ്നം തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്കറിയാം UGCയുടെ പുതിയ തീരുമാനത്തിൽപ്പെട്ടൊന്നാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അടക്കം ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ യൂണിവേഴ്സിറ്റി ഓൺലൈനായിട്ട് കോഴ്സ് കൊടുക്കുന്നുണ്ടോ എന്ന്. നമുക്കറിയാം ഏതൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണെങ്കിലും ഏതൊരു യൂണിവേഴ്സിറ്റി ആണെങ്കിലും അവർ ഓൺലൈനായിട്ട് കോഴ്സ് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു പ്ലസ് ആണ്. അല്ലാതെ എന്തല്ല, ഒരിക്കലും ഒരു ബുദ്ധിമുട്ടായിട്ട് കാണേണ്ട ആവശ്യമല്ല. അതുകൊണ്ട് തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലും നമുക്ക് ഓൺലൈൻ കോഴ്സ് ഉടനെ പ്രതീക്ഷിക്കാം. അതിന് പ്രധാനപ്പെട്ട വിശേഷങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ചർച്ച ചെയ്യാം. സോ ഒരുപാട് പേർക്ക് ധാരാളം പേര് വർക്ക് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് റെഗുലറായിട്ട് പോകാൻ ബുദ്ധിമുട്ടുള്ളവർ, പഠനം പാതി വഴിയിൽ മുടങ്ങിയവർക്കൊക്കെ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. സോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഓൺലൈൻ കോഴ്സിന്റെ ഇൻഫർമേഷൻസും അഡ്മിഷൻസും എല്ലാം വരുമ്പോൾ നമുക്ക് കൃത്യമായി നമ്മുടെ ചാനൽ എന്ത് ചെയ്യും, അറിയിക്കുന്നുണ്ടാകും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു അവസരം വളരെയധികം ഉഷാറായിട്ട് യൂസ്ഫുൾ ആക്കുക. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ നല്ല കോഴ്സുകൾ പഠിച്ച് നല്ല രൂപത്തിൽ എത്താൻ സാധിക്കട്ടെ എന്ന് എല്ലാവർക്കും എന്ത് ആശംസിക്കുന്നു. സോ നിങ്ങൾക്കെല്ലാം വിജയാശംസ നൽകുകയാണ്. അതുപോലെ തന്നെ ഏതൊക്കെയാണ് കോഴ്സുകൾ ഏതൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും, അതുപോലെ എന്നാണ് ഡേറ്റ് വരിക, ഈ ഡേറ്റ് വന്നാൽ തന്നെ അതിൻ്റെ എല്ലാ അപ്ഡേഷനെല്ലാം നമ്മുടെ ഈ ഒരു ചാനൽ വളരെ ക്രിസ്പ് ആയിക്കൊണ്ട്, നീട്ടി പരത്തി പറയാതെ വളരെ സിമ്പിൾ ആയിക്കൊണ്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ അതാത് സമയത്ത് നൽകാൻ എപ്പോഴും ഉണ്ടാകും. അപ്പോൾ പുതുതായിക്കൊണ്ട് വല്ല സബ്സ്ക്രൈബേഴ്സും വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി അറിയിക്കുന്നു. ഉടനെ തന്നെ നമ്മുടെ എല്ലാവിധ അപ്ഡേറ്റ്സുകളും തന്നെ ആക്റ്റീവ് ആയിക്കൊണ്ട് തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. താങ്ക് യു ആൾ. എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതൊക്കെ കോഴ്സാണ് നോക്കാം. BCom, BBA, സോഷ്യോളജി, എക്കണോമിക്സ്, ഹിസ്റ്ററി, അറബിക്, ഇംഗ്ലീഷ്, മലയാളം തുടങ്ങിയ വിഷയങ്ങളിൽ UG കോഴ്സും, അറബിക്, ഇംഗ്ലീഷ്, ഹിസ്റ്ററി, സോഷ്യോളജി, കൊമേഴ്സ് തുടങ്ങിയ വിഷയങ്ങൾ PG കോഴ്സുമാണ് ആദ്യഘട്ടത്തിൽ ഓൺലൈൻ വഴി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസ് ആൻഡ് ഓൺലൈൻ എഡ്യൂക്കേഷൻ വഴി തുടങ്ങുന്നവ ഓൺലൈനായിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നാഷണൽ അസൈൻമെൻറ്റ്, അതേപോലെ നാഷണൽ അസസ്മെൻറ്റ് ആൻഡ് അക്രഡേഷൻ കൗൺസിലിൻ്റെ ഗ്രേഡിങ്ങിൽ മിനിമം 3.01 ഗ്രേഡുള്ള സർവകലാശാലകൾ ഓൺലൈൻ കോഴ്സിന് അപേക്ഷിക്കാനുള്ള യോഗ്യത UGC അനുവദിച്ചു നൽകിയിട്ടുണ്ട്. സോ അതിൽപ്പെട്ടതൊന്നായിരുന്നു ഈ ഓൺലൈനായിട്ട് കോഴ്സ് കൊടുക്കുന്നുണ്ടോ എന്നുള്ളത്. സോ ഇത് നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് വന്നിട്ടുള്ളത്. ഇത്തരത്തിൽ ഓരോ ചോദ്യത്തിനും ഓരോ മാർക്കാണ് UGC നിശ്ചയിച്ചിട്ടുള്ളത്. എക്സാം ഓൺലൈൻ ആയിക്കൊണ്ടും ഓഫ്ലൈൻ ആയിട്ടും എഴുതാൻ കുട്ടികൾക്ക് എന്ത് ചെയ്യും, അവസരം ഉണ്ടായിരിക്കുന്നതാണ്. ലാസ്റ്റായിട്ട് പറയാനുള്ളത്, പരീക്ഷാ നടത്തിപ്പിന് ഓൺലൈനിലും ഓഫ്ലൈനിലും അവസരം നൽകും. സർക്കാരിൻ്റെ പിടിവാശി കാരണമായിരുന്നു നമുക്കറിയാം SNGO ഓപ്പൺ യൂണിവേഴ്സിറ്റി സമയത്ത് എല്ലാ ഡിസ്റ്റൻസ് കോഴ്സും അങ്ങോട്ടാക്കിയ സമയത്ത് ഒരുപാട് കുട്ടികൾ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് കാര്യം ചെയ്യാം, എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഓപ്പർച്യൂണിറ്റി ആവശ്യമുള്ളതെല്ലാം ഉപയോഗിക്കുക. എല്ലാവർക്കും അടുത്ത വളരെ പ്രധാനപ്പെട്ട വീഡിയോ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.